ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. നമ്മൾ ഒരു പള്ളിയിൽ എത്തിക്കുന്നുണ്ട്. അപ്പോൾ പള്ളിയുടെ ഡീറ്റെയിൽസ് നമ്മൾ ഇപ്പോൾ കാണിച്ചു തരാം. നമുക്ക് പള്ളി കണ്ടിട്ട് വരാം. വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ പള്ളിയാണ് കേട്ടോ. ഇത് ബാലരാമപുരത്താണ് ഈ പള്ളി സ്ഥിതി ചെയ്യുന്നത്. നല്ല സൂപ്പർ ഒരു പള്ളിയാണ്. നിങ്ങളിതാ ഈ പള്ളി ഒന്ന് കണ്ടു നോക്കിയേ. ഇവിടെ നമ്മുടെ അന്നം കൊടുക്കുന്നതിനുള്ള, ഞാൻ വിശക്കുന്നവർക്ക് അന്നം കൊടുക്കുന്നതിനുള്ളൊരു കൂടാരമൊക്കെ ഉണ്ട് കേട്ടോ, നമ്മുടെ പള്ളിയിലോട്ട് കയറുന്ന വഴിക്ക്. ബാക്കിയുള്ള കാഴ്ചകൾ നിങ്ങളൊന്ന് കണ്ടു നോക്കുക. ഇത് മുകളിലായിട്ട് ഒരു കുരിശ് കാണാം. ആ കുരിശിന്റെ പ്രത്യേകത സ്ട്രെയിറ്റ് ആയിട്ടല്ല ആ കുരിശ് നിൽക്കുന്നത്, ഒരു വളഞ്ഞ രീതിയിലാണ്. അതായത് ചലിക്കുന്ന കുരിശിനെ പ്രതിനിധാനം ചെയ്തുകൊണ്ടാണ് ആ കുരിശ് അതിനകത്ത് ഇരിക്കുന്നത്. അത് സിംബലൈസ് ചെയ്യുന്നത്, അത് പ്രതിനിധീകരിക്കുന്നത് സഭ മുന്നോട്ട് പോകുമ്പോൾ, പ്രതികൂലമാകുമ്പോൾ ഈ ബോട്ടിലുള്ളവരുടെ ഏക ആശ്വാസം ഈ നങ്കൂരമാണ്. ഉടൻ തന്നെ ഇവർ ഈ നങ്കൂരമെടുത്ത് കടലിലേക്ക് എറിയുമ്പോൾ അത് മണ്ണിൽ പോയി ഉണ്ടെങ്കിൽ ചുറ്റുനാടകരെന്ന് താഴെ മലയാളത്തിലും മുകളിൽ ഇംഗ്ലീഷിലും ഒക്കെ ആയിട്ട് എഴുതിയിട്ടുണ്ട്. അത് എഴുതിയിരിക്കുന്ന ഫോണ്ടിന്റെ കളറും ഈ ഒരു ഇത് പറയുന്നുണ്ട്, പച്ച കളറാണ് ഉപയോഗിച്ചിരിക്കുക. പച്ച എപ്പോഴും ജീവന്റെ പ്രതീകമാണ്. പച്ച എപ്പോഴും പ്രകൃതിയുടെ പ്രതീകമാണ്. പച്ച എപ്പോഴും വളർച്ചയുടെ പ്രതീകമാണ്. മന്ദഗതിയിൽ തളർന്നു പോകേണ്ടവരല്ല നാം, നിർജീവരാകേണ്ടവരല്ല, മറിച്ച് നാം ജീവിക്കേണ്ടവരാണ്. നമ്മിൽ നിന്നും പുതിയ പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. ഏകവും വിശുദ്ധവും സാത്വികവും അപ്പോസ്തലികവുമായ സഭയിലും കാറ്റിലുലയും അതേ കാഴ്ച വസ്തുക്കൾ വഴി പ്രഘോഷിക്കപ്പെട്ടവരെ നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. നിത്യമായ ദൈവമേ, എങ്ങും എപ്പോഴും അങ്ങേക്കു ഞങ്ങൾ സത്യമായി ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ചു. എന്റെ വിശ്വാസത്തിന്റെ രഹസ്യം. ഈ വീഡിയോ കണ്ട് ഇഷ്ടമായവർ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും നമുക്ക് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.